ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 മേടമാസം 19-ാം തീയതി, അതായത് 2017 മെയ് മാസം 2-ാം തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്, നക്ഷത്രം പൂയമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കൊടുമാളൂർ ശർമാജിയാണ്. നമുക്ക് ജ്യോതിഷപരമായ ഒട്ടേറെ അറിവ് പകർന്നു തരുന്നതിനും ഒപ്പം ഒരുപാട് പേർക്ക് പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തുകൊണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ വെളിച്ചം വീശുന്നതിനുമായി നമ്മുടെ പ്രിയങ്കനായ ഗുരുനാഥൻ തയ്യാറാണ്. വളരെയധികം സന്തോഷത്തോടെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ചിറയൻകീഴെന്നാണ് കത്ത്. ബഹുമാനപ്പെട്ട ശർമാജിക്ക്, എൻ്റെ പേര് ഗീത. മകൻ്റെ വിവരം അറിയുന്നതിന് വേണ്ടിയാണ് എഴുതുന്നത്. ചെറിയ ജോലിയുണ്ട്, വിവാഹമൊന്നും ശരിയാകുന്നില്ല. ജോലിയിൽ ഉയർച്ച ഉണ്ടാകുമോ? വിവാഹം എന്ന് നടക്കും. മകൻ വെള്ളിയാഴ്ച പൂരാടം നക്ഷത്രത്തിലാണ് ജനനം. അതുകൊണ്ട് ദോഷമുണ്ടോ? ഈ വിവരങ്ങൾക്ക് ശർമാജി ദയവായി മറുപടി തരണം. ഗൃഹനില താഴെ കൊടുക്കുന്നു. ഗീത. കർമ്മസ്ഥാനത്ത് 10-ാം ഭാവത്തിൽ 4 ഗ്രഹങ്ങൾ നിൽക്കുകയാണ്. പ്രധാനമായിട്ടുള്ള പ്രബലമായിട്ടുള്ള സൂര്യൻ, ശുക്രൻ, ചൊവ്വ, ബുധൻ എന്ന് തുടങ്ങി ഒന്നൊന്നിന് മോശമല്ലാത്ത നിലയിലുള്ള 4 ഗ്രഹങ്ങൾ 10-ാം ഭാവത്തിൽ നിന്ന് മത്സരിക്കുകയാണ്. അതായത് ഗ്രഹയുദ്ധം. ഇവിടെ വന്നിരിക്കുന്നത് കർമ്മസ്ഥാനത്ത് പല ഗ്രഹങ്ങളായതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ശരിയായ ഒരു ജോലി കിട്ടാത്തത്. അതോടുകൂടി 2.5 വർഷം മേലോട്ടായിട്ട് ഏഴരശനിക്കാലവും കൂടിയാണ്. പ്രയത്നിക്കുന്നതിന് ഫലം മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന 2 നക്ഷത്രമടങ്ങുന്ന രാശി സമൂഹമാണ് ധനു എന്ന രാശി. ഈ രാശിക്കാർക്ക് കഴിഞ്ഞ 2.5 വർഷമായിട്ട് വലിയ പ്രവർത്തന പുരോഗതി ഉണ്ടാവാൻ സാധ്യതയില്ല. പ്രവർത്തിക്കുന്നതിനനുസരിച്ചുള്ള ഫലം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഏഴരശനിയുടെ തുടക്കവും ഈ കഴിഞ്ഞ ജനുവരി 26 മുതൽ ജന്മശനിയുടെ ആരംഭവും, അങ്ങനെ 2.5 വർഷവും, വീണ്ടും 2.5 വർഷം ഏഴരശനിയുടെ അന്ത്യവുമായ ഏഴരാണ്ടൻ ശനിക്കാലമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ചേർന്ന രാശിക്കാർക്ക് ഈ സമയങ്ങളിൽ ഈ ഗൽഗതം, ഈ മാനസിക പ്രയാസം തികട്ടി വരുന്നൊരു കാലഘട്ടമാണ്. കച്ചവടക്കാർക്ക് കച്ചവടങ്ങൾ കുറയും. അതുപോലെ തന്നെ വിവിധ പ്രസ്ഥാനങ്ങളിൽ, വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് പോലും ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു കാലഘട്ടങ്ങളാണ്. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇത് വിദേശത്ത് പോലെ ഉള്ള ജോലിയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ കമ്പനികളൊക്കെ നിന്ന് പോവുക, 4 മാസം കൂടുമ്പോൾ ശമ്പളം കൊടുക്കുക, ശമ്പളം കൃത്യമായി ആവശ്യപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലോങ് ലീവ് എടുത്തോ വീട്ടിൽ പൊക്കോളാൻ പറയുക. എന്നാൽ 2017 സെപ്റ്റംബർ 12-ാം തീയതി മുതൽ ഈ രാശിക്കാർക്ക് ചാരവശാൽ വ്യാഴം 11-ാം ഭാവത്തിൽ അഭീഷ്ട സ്ഥാനത്തേക്ക് മാറുകയാണ്. അതായത് നമുക്ക് വേണ്ടി ഒരാൾ വാദിക്കുവാൻ, നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ രക്ഷപ്പെടുത്തുവാൻ, നമ്മുടെ മോഹങ്ങൾ സാക്ഷാത്കരിച്ച് തരുവാൻ വ്യാഴഗ്രഹം എന്ന ബൃഹസ്പതി അല്ലെങ്കിൽ സോളമൻ അല്ലെങ്കിൽ ജൂപ്പിറ്റർ എന്ന് പറയുന്ന ആ സർവശക്തനായ ആ ഗ്രഹം 11-ാം ഭാവത്തിലേക്ക് വരികയാണ്. അതായത് ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടാനുള്ള യോഗം ഈ രാശിയിൽപ്പെട്ടവർക്ക്. മൂലം, പൂരാടം, ഉത്രാടം. ജോലി ഉള്ളവർക്ക് പ്രമോഷൻ സൗകര്യം. ടെസ്റ്റ് ഇൻ്റർവ്യൂ മുതലായതൊക്കെ കഴിഞ്ഞ് വെയിറ്റിംഗ് ലിസ്റ്റിൽ പ്രമോഷൻ കാത്തിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും പ്രമോഷൻ. വർഷങ്ങളായി മോഹിച്ചിരിക്കുന്നവർക്ക് അവരുടെ മോഹങ്ങൾ സാക്ഷാത്കരിക്കുവാനുള്ള ആഗ്രഹ നിവൃത്തിക്ക് ഉതകുന്ന കാലം. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാം എന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുൻകാലത്തിൽ നമുക്ക് വാരിക്കോരി സഹായിച്ചവർ ഏതെങ്കിലും നമ്മൾ സഹായിക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, തരാതിരിക്കുന്നുണ്ടെങ്കിൽ, കെട്ടാക്കുടിശ്ശിക കടമുണ്ടെങ്കിൽ, കെട്ടിക്കിടക്കുന്ന കേസുകളുണ്ടെങ്കിൽ, കെട്ടിക്കിടക്കുന്ന മുതലുകളുണ്ടെങ്കിൽ, വിൽക്കാതെ കിടക്കുന്ന പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ, വിൽക്കാനിട്ടിരിക്കുന്ന വസ്തുക്കളുണ്ടെങ്കിൽ കൊടുത്തേ മതിയാകൂ എന്ന് തീരുമാനിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം 2017 സെപ്റ്റംബർ 12 മുതൽ വീണ്ടും ഒരു കൊല്ലത്തേക്ക് അവർക്ക് അവരുടെ കോർട്ടിൽ പന്ത് വരുന്ന കാലം ഈ കാര്യങ്ങളെല്ലാം നടക്കും. അവിവാഹിതർക്ക് വിവാഹം, ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധി, വിദേശത്തേക്ക് ഗമിക്കാൻ പോകുന്നവർക്ക് അതിനുള്ള സാഹചര്യം,
പ്രമോഷൻ ഉറപ്പായിട്ടും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രമോഷൻ കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത്. സമയ പരിമിതി മൂലം ഇതിനു വേണ്ട അത്യാവശ്യ ചില പ്രതിവിധികൾ ചെല്ലണം, അല്ല പറഞ്ഞു തരണം എന്നാഗ്രഹമുണ്ടെങ്കിലും സമയക്കുറവുകൾ കൊണ്ട് ഇനി ഇതുപോലുള്ള കത്തുകൾ വരുമ്പോൾ അതിൻ്റെ പ്രതിവിധികൾ പറഞ്ഞു തരാം. ഇപ്പം സമയം വളരെ ഇപ്പം തന്നെ തീർന്നിരിക്കുകയാണ്. എങ്കിലും വരുന്ന സെപ്റ്റംബർ 12 മുതൽ ഇദ്ദേഹത്തിന് പ്രമോഷൻ ഉണ്ടാവും, ഒരു കൊല്ലത്തിനകം എന്നുള്ളത് ഉറപ്പാണ്. തടസ്സങ്ങളും പ്രതിസന്ധികളും മാറ്റുവാനായി വരുന്ന ഇനി ഏതെങ്കിലും ഇതിനോട് താതാത്മ്യം പ്രാപിക്കുന്ന കത്തുകൾ വരുമ്പോൾ അതിൻ്റെ പ്രതിവിധികൾ ഞാൻ ചൊല്ലിത്തരുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക, പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പിക്കുക.